തൃശൂർ ആളൂരിൽ പോലീസ് ജീപ്പ് പിടിച്ച് 16 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ കുടുംബം. ധനസഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കുടുംബം. സംഭവത്തിൽ ധനസഹായവും കുറ്റക്കാർക്കെതിരെ നടപടിയും എടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്ഥലം MLA തോമസ് ഉണ്ണിയാടൻ വഞ്ചിച്ചെന്നും കുടുംബം പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുകയാണ്. സാരംഗ്, എന്തൊക്കെയാണ് കുടുംബത്തിന്റെ പരാതി? അജിംഷാദ്, കഴിഞ്ഞ മാസം 15-നാണ് ഈ രണ്ടു കുട്ടികൾക്ക്, അനന്തു അതോടൊപ്പം തന്നെ ജൂവിൻ എന്ന രണ്ട് കുട്ടികൾക്ക് അപകടമുണ്ടാകുന്നത്. പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അമിത വേഗതയിലെത്തി കുട്ടികളെ ഇടിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് 23-ാം തീയതി ജൂവിൻ മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് കുടുംബം ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ധനസഹായം ഉൾപ്പെടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അത് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രി OJ ജനീഷ് ഈ കുടുംബത്തിനെ സന്ദർശിച്ചിരുന്നു. വേണ്ട വാഗ്ദാനങ്ങളൊക്കെ നൽകാമെന്ന്, നടപടികൾ കൃത്യമായി സ്വീകരിക്കാമെന്നും തീർച്ചയായും സാരംഗ്, ആ കുടുംബത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. കുടുംബം പറയുന്ന ഒന്ന് കേൾക്കാം. ഒന്നും ഒക്കെ ശരിയാക്കാന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഞങ്ങൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ഉണ്ണിയാടൻ അവിടെ ചെന്നിട്ട് പറഞ്ഞ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞാൽ പോലീസുകാരുടെ കുറ്റം കൊണ്ടാണ് മോനെ വണ്ടി ഇടിച്ച് എന്നുള്ളൊരു വാക്കയിൽ അവരത് ഇതില്ല, ഹെൽമെറ്റ് ഇതാക്കണം, അതല്ലല്ലോ ഇപ്പം നമ്മുടെ ഇത് വിഷയം കിടക്കുന്നത്. നമുക്ക് വണ്ടി ഇടിച്ചവർക്ക് അവരെ ചികിത്സയ്ക്കുള്ള സഹായം എത്തിക്കല വേണ്ട അടിയന്തരമായിട്ട്. അതിനെപ്പറ്റി ഒന്നും അത് ഇതിൽ പറയണേ ഞാൻ കേട്ടില്ല. ഒരു കത്ത് MLAക്കും, ഒരു കത്ത് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും, ഒരു കത്ത് ആഭ്യന്തരമന്ത്രിക്കുമായിരുന്നു. ഈ കത്ത് അദ്ദേഹം അവർക്ക് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ജനങ്ങൾ സർക്കാരിൻ്റെതാണെങ്കിൽ സർക്കാർ എടുക്കേണ്ട നടപടി ഇവിടെ വന്നിട്ടില്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. തീർച്ചയായും സാരംഗിലേക്ക് തന്നെ. സാരംഗ്, ആ കുടുംബത്തോട് നടത്തിയ വാഗ്ദാനം, അതിൻ്റെ ലംഘനം കൃത്യമാണ്. ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ അനാസ്ഥയെ സംബന്ധിച്ചാണ് ആ കുടുംബം പറയുന്നത്. അവർക്കുള്ള വിഷമമുണ്ട്, മറ്റ് നീതി ലഭിക്കാത്ത പരാതിയുണ്ട്. സാരംഗ്, തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി OJ ജനീഷ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെട്ടെങ്കിലും ഈ വീട്ടുകാരെ വന്ന് കണ്ടുപോയതിനു ശേഷം പിന്നീട് ഈ കാര്യവിവരങ്ങൾ തിരക്കിയില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഈ കുടുംബം തന്നെ പറയുന്ന മറ്റൊരു സുപ്രധാന കാര്യമുണ്ട്. അതായത് ഈ വിവരം സർക്കാരിനെ അറിയിച്ചത്, അതായത് മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി അറിയിച്ചത് ഈ തോമസ് ഉണ്ണിയാടൻ വഴി കത്ത് നൽകുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ കുടുംബം തന്നെ പറയുന്നുണ്ട്, ഈ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഈ തോമസ് ഉണ്ണിയാടൻ ഈ കത്ത്, ഇങ്ങനൊരു അപകടം നടന്നു, കുട്ടികൾക്ക് ധനസഹായം നൽകണം എന്നറിയിച്ചുകൊണ്ടുള്ള ഈ കത്ത് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തോമസ് ഉണ്ണിയാടൻ കൈമാറിയോ എന്നുള്ളത് സംശയമാണെന്നും ഈ കുടുംബം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഒരു സബ്മിഷനായി തോമസ് ഉണ്ണിയാടൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. അതായത് ഈ കുട്ടികൾ സഞ്ചരിച്ചിരുന്നത് സാധാ ഈ ഇലക്ട്രിക് സ്കൂട്ടറിലാണ്. ആ ഇലക്ട്രിക് സ്കൂട്ടറിൽ നമുക്കറിയാം ഹെൽമറ്റ് നിർബന്ധമല്ല. കുട്ടികൾ വളരെ വേഗത കുറച്ച് പതിയെയാണ് സഞ്ചരിച്ചിരുന്നത്. എന്നാൽ പക്ഷെ പോലീസിന്റെ വാഹനം വന്നിരുന്നത് അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് നാട്ടുകാരടക്കം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പോലും ഈ സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ കുട്ടികൾ ഹെൽമറ്റ് വെച്ചില്ല, അതുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന തരത്തിലുള്ള സബ്മിഷനാണ് ഈ തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി കുടുംബം പരാതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടുപേരുടെയും ചികിത്സയ്ക്കായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വന്നു. എന്നിട്ട് പോലും സർക്കാർ യാതൊരു വിധത്തിലും നാളിതുവരെയായിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അത് തീർച്ചയായും. മാത്രമല്ല, ഈ കുടുംബം പ്രധാനമായും ഇനി ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? കാരണം അവർക്ക് നീതി ലഭിച്ചില്ല എന്നും അവർക്ക് വേണ്ട ഇടപെടലുകൾ അവരോട് വാഗ്ദാനം ചെയ്ത് സർക്കാർ നൽകിയില്ല എന്നുമാണ് പ്രധാനമായും അവരുടെ ആക്ഷേപം. അപ്പോൾ അതിന് ഇനി എന്തൊക്കെ വേണം, ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം? അജിംഷാദ്, കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന് ഈ ധനസഹായം തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് രണ്ട് കുടുംബങ്ങൾക്കും, അതായത് മരണപ്പെട്ട ജൂവിന്റെ കുടുംബത്തിനും പരിക്കേറ്റ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അനന്തുവിന്റെ കുടുംബത്തിനും ഉടനെ തന്നെ ധനസഹായം അനുവദിക്കുക. അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഈ വാഹനം സഞ്ചരിച്ചിരുന്നത് അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് നാട്ടുകാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പോലും ഈ കേസ് വന്നപ്പോൾ അവിടെ ഈ കേസ്
മായ്ച്ചു കളയാനുള്ള അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത് കുട്ടികൾ ഹെൽമെറ്റ് വെച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ആ അപകടം വലിയ അപകടമായി മാറിയത് എന്ന തരത്തിലൊക്കെ വരുത്തി തീർത്തുകൊണ്ട് ആ കേസിനെ ഒഴിവാക്കാനാണ് ഈ പോലീസ് ശ്രമിക്കുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ ശരി സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.